അങ്ങനെ ബാലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് കണ്ടിരിക്കുകയാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കിഡിലം പടമാണ്, നല്ല കിഡിലം തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന പടമാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ജോൺ വിക്ക് ഫ്രാഞ്ചൈസിൽ വരുന്ന പടം തന്നെയാണ്. ഈ ജോൺ വിക്ക് ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ ഈ ആക്ഷൻ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസ് തന്നെ ആയിരിക്കും. സോ എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസ് തന്നെയാണ് ഈ ജോൺ വിക്ക് ഫ്രാഞ്ചൈസ്. സോ അതിനകത്ത് നിന്ന് ഒരു അടുത്ത പടം വരുവാന്ന് പറയുമ്പോൾ അതിനൊരു എക്സൈറ്റ്മെന്റ് ചെറുതൊന്നും ആയിരിക്കില്ല. ആ ഒരു സെയിം എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഈ പടം ഞാൻ കണ്ടത്. ആൻഡ് മൊത്തത്തിൽ ഫുൾഫിൽ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടു ഈ പടം. നല്ല കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പടമാണ് എനിക്ക് പറയാനുള്ളൂ. കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ജോൺ വിക്ക് ഫ്രാഞ്ചൈസ് കണ്ടവർക്ക് അറിയാം അതിൻ്റെ ഓരോ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അതേ മോഡലുള്ള ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിനകത്ത് വരുന്നതെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മുന്നത്തെ ജോൺ വിക്ക് സിനിമേൻ്റെ ഒക്കെ ഫൈറ്റ് സീക്വൻസ് കണ്ടാൽ ഓരോരോ വ്യത്യാസമുള്ള ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ബൈക്കിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഇപ്പോൾ ഒരു കുതിരേൻ്റെ മേലുള്ള ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ഫ്ലെയിം ത്രോന്റെ സീൻ ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം. ഒരു കിട്ടുന്ന സീക്വൻസ് ആണ് ഈ സിനിമ തന്നെ. സോ ഈ ബാലറിന നിങ്ങൾ കാണണമെങ്കിൽ ഈ ജോൺ വിക്ക് 3 എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ജോൺ വിക്ക് 3ൻ്റെയും 4ൻ്റെയും ഇടയ്ക്ക് നടക്കുന്ന കഥയായിട്ടാണ് ഇത് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ജോൺ വിക്ക് 3 എങ്കിലും നിങ്ങൾ കണ്ടിരിക്കണമെന്ന രീതി എനിക്ക് പറയാം. പക്ഷെ എൻ്റെ റെക്കമെൻഡേഷൻ ജോൺ വിക്ക് 1, 2, 3 ഇത് 3 കണ്ടിരിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. കാരണം ആ ഒരു ഫീൽ, ആ പടം തന്നെ നമുക്കൊരു ഫീൽ ഉണ്ട്, ഒരു ഗൂസ്ബംപ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ മര്യാദ കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാ പടവും കണ്ടിരിക്കണമെന്ന് എനിക്ക് പറയാം. പക്ഷെ നിങ്ങൾക്ക് ആക്ഷൻ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും ഇഷ്ടപ്പെടും. സ്റ്റാൻഡേർഡ് മോഡ് ഈ സിനിമ കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പിന്നെ ഈ സിനിമയുടെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമുക്ക് ഓൾറെഡി അറിയാം എന്നാഡ രാംസ് ഈ മെക്കാരോ എന്നിട്ട് ഒരു ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടറിനെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് ഇവർ ഒരു ക്യാരക്ടറിനെ ഗംഭീരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ആക്ഷൻ സീക്വൻസ് ഫുൾ ആക്ഷൻ സീക്വൻസ് അല്ല, ആ ഒരു സ്റ്റോറി കറക്റ്റ് ഒരു ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റോറി എന്ന് പറയുമ്പോൾ സ്റ്റോറി നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ആക്ഷൻ കാണാൻ തന്നെയാണ് ഈ പടത്തിന് വരുന്നത്. പക്ഷേ അതിനപ്പുറം തന്നെ സ്റ്റോറി ഇവർ കൃത്യമായിട്ട് ബിൽഡ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നതിൻ്റെ അപ്പുറം തന്നെ നല്ല കിഡിലെ ആക്ഷൻ സീക്വൻസ് ഇവർ നല്ല ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഒരു ഗ്രനേഡ് വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് ഇതിൻ്റെ അകത്ത് ആദ്യം. അത് കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള സമയമേ ഉള്ളൂ, പക്ഷേ ആ ഒരു സീക്വൻസ് ഗംഭീരമായിരുന്നു. കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഒരു സീക്വൻസ് ആയിരുന്നു. അതുവരെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്തില്ലെങ്കിലും ആ ഒരു സീക്വൻസ് എത്തിക്കാൻ നിങ്ങൾ ഉറപ്പിച്ച മക്കളെ അതിന് ശേഷം നടക്കാൻ പോകുന്ന പരിപാടിയൊക്കെ ഗംഭീര സാധനമാണ്. പക്ഷേ ആ ഗ്രനേഡ് സീക്വൻസിനെക്കാട്ട് ഏറ്റവും ടോപ്പ് നോച്ച പോലെ സീക്വൻസ് ഉണ്ട്, ഫ്ലെയിം ത്രോൻ്റെ സീക്വൻസ് ഉണ്ട് മോനെ. അത് ഗംഭീര സാധനം എന്ന് വെച്ചാൽ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സാധനം. ശരിക്കും നമ്മൾ ലിറ്ററലി നമ്മൾ പിടിച്ചിരുത്താനും പറയില്ല, നമ്മളിങ്ങനെ ത്രില്ലടിച്ച് കണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു തീ എക്സ്പീരിയൻസ് ആണെല്ലാം പറയില്ലേ, അമ്മ ലെവൽ സാധനം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സീക്വൻസ് ആണ്. ആ ഒരു സീക്വൻസ് ഒന്നും കൂടി തിയേറ്ററിൽ കാണാൻ വേണ്ടി മാത്രം ഒന്നും കൂടി കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പിന്നെ കുറേ ജോൺ വിക്ക് കാണും പോലെ കുറേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ എന്നാടി ആർമസ് നല്ല തന്നെ ഈ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഡൂപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഡൂപ്പ് ഉണ്ടെങ്കിലും മൂപ്പറിന്റെ ആക്ഷൻ സീക്വൻസ് ഇട്ട് ചെയ്യുന്നതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല ഗംഭീരമായിട്ട് മൂപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ടിംഗ് വൈസ് നോക്കിയാൽ കുഴപ്പമില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ആക്ഷൻസ് ഗംഭീരമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് സത്യം ഈ സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ വരുന്നതിന് മുന്നേ തന്നെ ഈ ന്യൂസ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു നെഗറ്റീവ് അടിച്ചു. അവരെ കൊണ്ട് ശരിക്കും പറ്റുമോ ഈ പരിപാടി നടക്കുമോ എന്നൊക്കെ. പക്ഷേ ഗംഭീരമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അന്നാടി അർമാസ് ആ ഒരു ക്യാരക്ടർ നല്ല പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് മേ ബി ഫ്യൂച്ചറിൽ വരാനും ചാൻസ് ഉണ്ട്. ഇവർ ആ ഒരു ഫ്രാഞ്ചൈസ് തന്നെ ബിൽഡ് ചെയ്ത് വരുവാണ്. അപ്പോൾ വേൾഡ് ബിൽഡിംഗ് ഇവർ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. മൊത്തം ആക്ഷൻ സീക്വൻസിന് മാത്രമല്ല ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓരോരോ ആ ഒരു വേൾഡിൽ എന്തെല്ലാം നടക്കുന്നു. ഇപ്പോൾ ജോൺ വിക്ക് ഫ്രാഞ്ചൈസ് കാണുന്നവർക്കാരെ ഹോട്ടൽ കോണ്ടിനെന്റ് ഉണ്ട്, അവിടെ പോകുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ ജോൺ വിക്ക് ഫ്രാഞ്ചൈസ് കാണുന്ന കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ജോൺ വിക്ക് 2 ഓർമ്മിപ്പിക്കുന്ന ഒരു സീക്വൻസ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഒരു ഗണ്ണിൻ്റെ ഒരു അത് ഞാൻ പറയുന്നത് സ്പോയറാണ്. ഒരു സീക്വൻസ് ഉണ്ട്, കിഡിലാണ്. പിന്നെ അത് പുതിയ പുതിയ മെക്കാനിസംസ് ഇവർ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗണ്ണിൻ്റെ താഴെ കത്തിയും കൂടി ഇവിടെ ടാപ്പ് ചെയ്ത് വെച്ചാൽ അതൊരു 2 വെപ്പണായി. സോ അങ്ങനത്തെ ഒരു കിടില മെക്കാനിസംസ് ഇവർ ഇടയ്ക്കിടയ്ക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ആ ഫ്ലെയിം ത്രോവർ സീക്വൻസ് ഒരു രക്ഷയില്ലാത്ത സാധനം. ആദ്യം പറഞ്ഞേക്കാം, അത് നോക്കി വെച്ചോ. പിന്നെ ആക്ഷൻസിനെ പറ്റി ടോട്ടലി നോക്കാൻ ആക്ഷൻസിനെ പറ്റി ഒന്നും പറയാനില്ല, ഗംഭീര സീക്വൻസ് ആണ്. ആക്ഷൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും പോയി കാണാം. പിന്നെ കഥ നല്ല രീതിക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റൊക്കെ ആ ഒരു ഈ മെക്കാരോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഹിസ്റ്ററി ഒക്കെ നല്ല രീതിക്ക് പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ബിൽഡപ്പ് എല്ലാം വന്നിട്ടാണ് ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ എല്ലാം പോവുക. സോ മൊത്തത്തിലൊക്കെ ഒരു ഫുൾ ആക്ഷൻ സീക്വൻസ് പടമാണെങ്കിലും ആ ഒരു ബിൽഡപ്പിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. സ്റ്റോറി എന്ന് പറയുമ്പോൾ സിമ്പിൾ റിവഞ്ച് മോഡാണ്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇതിനകത്ത് പറയാന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ തന്നെയാണ്. ഇതിൻ്റെ ട്രെയിലറും ടീസറും കാണുന്ന സാധനം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ട്രെയിലറും ടീസറും കാണാൻ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കുറച്ചുകൂടി നല്ലൊരു ഗംഭീര എക്സ്പീരിയൻസ് തരുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ടീസറും ട്രെയിലറും മാത്രമല്ല, ഈ ലയൺസ് ഗേറ്റ്സ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി അത്ര വലിയ പ്രൊഡക്ഷൻ കമ്പനി ഒന്നല്ല, നിങ്ങൾ ഓൾറെഡി അറിയാം. ആ ജോൺ വിക്ക് എന്ന് പറയുന്നവരാണ് ഇവരെ കയ്യിലുള്ളതിനെ കൊണ്ടുതന്നെ അവർ നല്ല രീതിയിൽ ഈ സിനിമ നല്ല പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള മെയിൻ ഇവന്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ജോൺ വിക്കൻ ഇതിൻ്റെ അകത്ത് ഒരു എക്സ്റ്റൻഡ് ക്യാമിയായിട്ട് വരുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നത്. 3rd ആക്ടിലൊക്കെയാണ് ചങ്ങായി വരുന്നത്. ചങ്ങായി വന്ന് നിൽക്കുമ്പോൾ തന്നെ തിയേറ്ററൊക്കെ ഭയങ്കര ഓൾ തന്നെയായിരുന്നു. സോ അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയില്ല, അതൊക്കെ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് കട്ടൊക്കെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണാം. സോ അങ്ങനത്തെ കുറേ മെയിൻ ആക്ഷൻ സീക്വൻസിൻ്റെ ഇവൻറ്റ്സ് ഒക്കെ ഇവരിങ്ങനെ ഇട്ടിട്ടുണ്ട്.
സോ ആ ഒരു കാര്യം എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ജോൺ വിക്കിലെ പോലെ ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നുമില്ല. ആ ലെവൽ എത്തുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ജോൺ വിക്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ജോൺ വിക്ക് ചാപ്റ്റർ 4 തന്നെ ലാസ്റ്റ് നടക്കുന്ന ഒരു പാർട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ട്. നമ്മളെ മനസ്സിൽ ഇപ്പം തന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. സമ്മാനൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു ഇതിൻ്റെ അകത്തുള്ള ഒരു പാർട്ടി സീക്വൻസ് വരുന്ന ഒരു എൻട്രി ഉണ്ട്, അത് പൊളി തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ കുറച്ച് ജോൺ വിക്കിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മൊത്തത്തിൽ ഓക്കെയാണ്, ഗംഭീര എക്സ്പീരിയൻസ്. ആ ഒരു ടീസറും ട്രെയിലറും മാക്സിമം കാണാൻ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുകയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി കണ്ടിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്നാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇങ്ങനത്തെ സീക്വൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ട്രെയിലറിൽ കണ്ടയാണുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യും. നിങ്ങൾ ഓൾറെഡി എന്താ പറയുക, ആ ഫ്ലെയിം ത്രോവറിൻ്റെ സീക്വൻസും ആ ഒരു ഗ്രനൈൻ്റെ സീക്വൻസിൻ്റെ ഒരു ടീസിങ് ഒക്കെ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല പക്കയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാടെ ആർമാസിൻ്റെ ഒരു ക്യാരക്ടർ അറിയിക്കുന്ന ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടർ മേ ബി ഇനി ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉണ്ട്. ജോൺ വിക്ക് ചാപ്റ്റർ 5 ഇനി പ്രൊഡക്ഷനിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്, റൂമേഴ്സാണ്. പിന്നെ കെയിൻ്റെ ഒരു പടം വരുന്നുണ്ട്. നമ്മൾ ജോൺ വിക്ക് ചാപ്റ്റർ 5 നമ്മൾ ജോൺ വിക്ക് ചാപ്റ്റർ 4 നമ്മൾ കണ്ട ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു പടം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ജോൺ വിക്ക് ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു കൺഫേംഡ് ആയിട്ടുള്ള കാര്യമായിട്ട് റൂമറായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സോ ഞാൻ ഈ നല്ല എക്സൈറ്റഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഇവർ സിനിമയിലൊക്കെ. ഇവർ പുതിയ പുതിയ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നതിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഈ ഒരു ഫ്രാഞ്ചൈസ്. സോ വെറുതെ ഇങ്ങനെ ആക്ഷൻ കുത്തിക്കയറ്റുമല്ല, ഓരോ സാധനത്തിനും ഓരോ ഫ്രഷ്നെസ് ഉണ്ട്. അതല്ല ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സോ മസ്റ്റ് വാച്ച് ഉണ്ടെങ്കിൽ തിയേറ്ററിനെ മസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക്. സോ ഒരു ഫ്രാഞ്ചൈസ് ഫോളോ ചെയ്യുന്ന ഒരിക്കലും തിയേറ്ററിന് മിസ് ചെയ്യാൻ പാടില്ല ഈ സിനിമ. എനിക്ക് അത്രയും ബെയർ ചെയ്യുന്ന പറഞ്ഞ സിനിമയെ പറ്റി പറയാനുള്ളൂ. സോ കിടിലം പടം.